ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് തൃക്കൂർ മതിക്കുന്ന് ദേവീ ക്ഷേത്രത്തിലേക്കാണ്. വളരെയധികം ശക്തിയുള്ള ദേവിയാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഭക്തജനങ്ങളുടെ സങ്കടങ്ങൾ തുടച്ചു നീക്കി കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ വന്നു ചേരുന്നു. ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ വന്നിരിക്കുന്നത് പുതിയ വാഹനം പൂജിച്ച് ഇനിയുള്ള യാത്രയിൽ തടസ്സങ്ങൾ ഒഴിഞ്ഞ് മുന്നോട്ടുള്ള യാത്ര സന്തോഷം നിറഞ്ഞതാക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം കൊണ്ടുവരുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ഒരു പ്രസൻസാണ്. വീട് വയ്ക്കുമ്പോഴായാലും സ്ഥലം വാങ്ങുമ്പോഴായാലും വാഹനം വാങ്ങുമ്പോഴായാലും ആദ്യം നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രസൻസാണ് അവിടെ കൊണ്ടുവരിക. ഈ അമ്പലത്തിലെ പ്രധാന ഒരു പൂജയാണ് കാര്യസിദ്ധി പൂജ. കാര്യസിദ്ധി പൂജ എന്ന് പറയുന്നത് വിവാഹം നടക്കുന്നതിനും ഗ്രഹനിർമ്മാണത്തിനും കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് കുട്ടികളുണ്ടാകുന്നതിനും നമുക്ക് കാര്യം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൂജ ഇവിടെ നടത്തുന്നത്. എല്ലാ ബുധനാഴ്ചകളിലും എത്രയോ സ്ഥലത്തു നിന്നാണെന്നറിയോ ദേവിയെ കാണാനും ദേവിയുടെ അനുഗ്രഹം വാങ്ങാനും ഈ അമ്പലത്തിലെത്തുന്നത്. അത്രയ്ക്കും ശക്തിയുള്ള ദേവിയെ നമ്മൾ അത്രയും മനം നൊന്ത് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറയില്ലേ, അതുമാതിരി പ്രാർത്ഥിച്ച ദേവി വിളി കേൾക്കുന്നതാണ് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വിശ്വാസം. അതിലൊരു ഭക്തയാണ് ഞാനും. പൂജകളൊക്കെ അത്രയ്ക്കും ഭംഗിയോടെയാണ് അവിടെ ചെയ്തു തരുന്നത്. രതീഷേട്ടൻ്റെ വളരെ കാലത്തൊരു സ്വപ്നമായിരുന്നു ഒരു വണ്ടി വാങ്ങണം എന്നുള്ളത്. അതിപ്പോൾ എല്ലാവരും മനസ്സിലുണ്ടാവുമല്ലോ, നമുക്കൊരു വീടാകുമ്പോൾ ഒരു വണ്ടി വേണം, അത്യാവശ്യം യാത്രയൊക്കെ പോകണം. അതുകൊണ്ട് തന്നെ അത്രയും ആഗ്രഹിച്ച് വാങ്ങിയതാണ് ഈ വണ്ടി. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മളോട് ചക്രത്തിൻ്റെ അവിടെ ചെറുനാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അതൊക്കെ വെച്ച് വണ്ടി ഒന്ന് ഫ്രണ്ടിലേക്ക് എടുക്കാൻ പറയുകയാണ് തിരുമേനി. അതേപോലെ തന്നെ നമ്മൾ ലൈറ്റൊക്കെ കത്തിച്ച് അത് ഒരു ചടങ്ങ് പോലെയാണ് ശരിക്കും. നമ്മൾ നാരങ്ങയൊക്കെ വെച്ച് ലൈറ്റൊക്കെ കത്തിച്ച് വണ്ടി ഫ്രണ്ടിലേക്ക് എടുക്കണം. പിന്നെ നമുക്ക് ആ വണ്ടി ഫ്രണ്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അത് മുന്നോട്ട് തന്നെ നല്ല രീതിയിൽ പോകുമെന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ ഇവിടെ അടുത്ത ചടങ്ങെന്ന് പറയുന്നതാണ് നാരങ്ങ വിളക്ക് കത്തിക്കുക. നമ്മുടെ കുടുംബത്തിനെ ബാധിച്ചിരിക്കുന്ന എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും വിട്ടൊഴിഞ്ഞ് നമുക്കും നമ്മുടെ കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. ദോഷങ്ങളൊക്കെ മാറി നമ്മുടെ കുടുംബത്തിന് സന്തോഷം സമൃദ്ധി ഉണ്ടാവാനായിട്ട്. അപ്പോൾ ഇവിടെ നാരങ്ങ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്ക് തൊലി ഇങ്ങനെ ഇതാക്കി അവിടെ കറക്റ്റായിട്ട് കൗണ്ടറിൽ നമുക്ക് പറയുമ്പോൾ നമുക്കത് ഒക്കെ പറഞ്ഞു തരാനും എല്ലാത്തിനും അവിടെ ആൾക്കാരുണ്ട് കേട്ടോ. നമുക്ക് മനസ്സിന് വിഷമം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യമാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മുമ്പിൽ പോയിട്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് എന്താ പറയുക, മനസ്സിനൊരു സന്തോഷം സമാധാനം തന്നെ നമ്മിൽ വന്നു ചേരുമെന്ന് പറയുക. അതേപോലെ തന്നെ എനിക്ക് ദൈവത്തിൻ്റെ ഇതിൽ ഭയങ്കര വിശ്വാസമുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ അമ്പലങ്ങളിലേക്ക് ആഴ്ചയിൽ പോകും. പിന്നെ അവിടുത്തെ പൂജകൾ, അതേപോലെ തന്നെ ചെറിയ വഴിപാടുകളാണ് എന്നെക്കൊണ്ട് ഇപ്പോൾ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ചെറിയ വഴിപാടുകൾ ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ദൈവത്തിനെയൊക്കെ തൊഴുത് വീട്ടിൽ വന്ന് കയറുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രസൻസ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് എത്ര വിഷമമുണ്ടെങ്കിലും നമ്മൾ തൊഴുത് ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ് ഉണ്ടാവുക. ബാക്കിയുള്ള എല്ലാ വിഷമങ്ങളും നമ്മൾ മറന്നിട്ടുണ്ടാവും ശരിക്കും.